നഗരമധ്യത്തിൽ ക്യാനുഷർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമയും അതുപോലെ തന്നെ തട്ടിപ്പിന് ഇരയാക്കിയ സസ്പെൻഷനിലായ പോലീസ് ഇൻസ്പെക്ടറിന്റെ വാർത്ത ഇന്നലെ ജാഗ്രത ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ തട്ടിപ്പിന് ഇരയായ കൂടുതൽ ആളുകൾ പരാതിയുമായി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു തട്ടിപ്പിന് ഇരയായ ആളുകളോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയായിരുന്നു ഈ ഒരു തട്ടിപ്പിന്റെ കാര്യം? ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഈ ക്യാനഷൂർ എന്നുള്ള കൺസൾട്ട് ഏജൻസി ഞാൻ ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് വിളിച്ച് സംസാരിച്ചു. പ്രീതിയാണ് എടുത്തത്. അപ്പോൾ പ്രീതി പറഞ്ഞു നേരിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആദ്യം ഇറ്റലിയുടെയാണ് എനിക്കിട്ട് പറഞ്ഞത്. അപ്പോൾ ഇറ്റലിയുടെ മാൾട്ടയുടെ ഒക്കെ കേസാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ അടയ്ക്കണം, 1 lakh അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് എൻ്റെ 1 lakhലായിട്ട് 18,000 ഞാൻ കൊണ്ട് കൊടുത്ത ശേഷം അവരൊരു വീഡിയോ കോൾ ഇന്റർവ്യൂ പറഞ്ഞു. ആ വീഡിയോ കോൾ ഇന്റർവ്യൂവിൽ ആരാന്നറിയില്ല, ഒരു ലേഡിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. അതിനുശേഷം അവർ ഇറ്റലിയുടെ ആക്കിയിട്ടുണ്ട്, റെഡിയാണെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുടെ എമൗണ്ട് പറഞ്ഞ് അങ്ങനെ 220 പിന്നെ ഒരു 6000 അങ്ങനെയൊക്കെ കൊണ്ട് 3 ലക്ഷം നമ്മൾ കംപ്ലീറ്റ് അടച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അടച്ചിട്ട് 2 വർഷമായിട്ട് യാതൊരു അനക്കവും ഇല്ല ഇവരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പോളണ്ടിൻ്റെ വർക്ക് പെർമിറ്റ് തന്നു. വർക്ക് പെർമിറ്റ് അത് ഫെയിക്ക് ആയിരുന്നു, ഞങ്ങൾക്കത് മനസ്സിലായി. അതോടുകൂടി ഞങ്ങളുടെ പാസ്പോർട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ സബ്മിറ്റേഷൻ കൊടുത്തായിരുന്നു ഈ ഓഫീസിൽ. പിന്നെ ഞങ്ങൾക്ക് പാസ്പോർട്ട് തിരിച്ചിട്ടുന്നില്ല. പിന്നെയാണ് ഇവർ മൗറീഷ്യസ് എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് കയറ്റിവിടാമെന്ന് പറഞ്ഞ് അങ്ങനെ മൗറീഷ്യസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെയും പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 1 lakhും പിന്നെ എൻ്റെ വീട്ടിൽ ഒരു 2 പവൻ്റെ സ്വർണവും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഒരു മാല ചെയിൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ മൗറീഷ്യസിലേക്ക് ഞങ്ങളെ കയറ്റി വിട്ടത് ഈ 2024 സെപ്റ്റംബർ 8 നേഴ്സായിട്ട് തന്നെ കയറ്റി വിട്ടു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നേഴ്സിംഗ് ജോലി അല്ല എന്നുള്ളതും. അതുപോലെ തന്നെ അവിടെ ചെന്ന 1 മാസം ഞങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ വേറെ പിള്ളേരും ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ 6 പേര് അവിടെ ആ ഒരു ഹോം സ്റ്റേ തന്നെ കിടക്കുമായിരുന്നു. പിന്നെയും പുറകെ ആൾക്കാർ വരുന്നുണ്ടായി. ഇവർ കയറ്റി വിടുന്ന ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ടായി. അങ്ങനെയായി ലാസ്റ്റ് ഞങ്ങളൊക്കെ അവിടെ ഒരു ഹോട്ടലിൽ ഇവർ ജോലി വാങ്ങിച്ചു തന്നു. നേഴ്സിങ്ങിൻ്റെ ജോലിയൊന്നും കിട്ടിയില്ല. നേഴ്സിങ്ങിൻ്റെ ജോലി നമുക്ക് കിട്ടും അവിടെ. പക്ഷെ അതിൽ നമ്മൾ ലീഗലായിട്ട് തന്നെ പോകണം, ഒക്യുപ്പേഷൻ പെർമിറ്റ് എടുത്തൊക്കെ പോകണം, അതിൻ്റെ റൂൾസ് ഉണ്ട്. പക്ഷെ ഇവർ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളെ കിച്ചണിൽ അവിടെ ഹോട്ടലിൽ ഞങ്ങൾക്ക് ജോലിയാക്കി. ഈ ഹോട്ടലിൽ ഞങ്ങൾ ചെന്ന് അവിടെ കിച്ചണിലായിരുന്നു ജോലി. കിച്ചണിൽ നല്ല 13 മണിക്കൂർ നമ്മൾ ലോങ് സ്റ്റാൻഡിങ് വർക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ വിളിച്ച് പുള്ളിക്കാരത്തോട് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഫോൺ എടുക്കാറില്ല, നമ്മളോട് സംസാരിക്കാറില്ല. അങ്ങനെയൊക്കെയായി 2 മാസം ശരിക്കും കഷ്ടപ്പെട്ടു. ഈ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 30,000 മാസം നമ്മൾ നമുക്ക് തരുന്നുള്ളായിരുന്നു. അത് ഈ 13 മണിക്കൂർ ലോങ് സ്റ്റാൻഡിങ് നൈറ്റ് ഒരു 12:30 കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലൊക്കെ എത്തുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈ 2 മാസം നമുക്ക് കിട്ടിയ പൈസയും കൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരിക ചെയ്തത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്? ഈ 2 മാസം ആയിട്ടേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ നാട്ടിലേക്ക്. കാരണം ഇവർ പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊന്നും ഇവർ നമ്മളോട് ഫോൺ എടുക്കുന്നില്ല, നമുക്ക് ആൻസർ തരുന്നില്ല. അഥവാ ഇനി ഫോൺ എടുത്താൽ ഇവർ വേറെ വർക്ക് പെർമിറ്റ് ശരിയാക്കി തരാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ആ പൈസ തിരിച്ചു തരുന്നില്ല. കൂടുതൽ ആളുകൾ ഇനിയും മൗറീഷ്യസിൽ കിടപ്പുണ്ട് ആൾക്കാർ. അവർ വരാൻ വേണ്ടി നിൽപ്പുണ്ട്. അവർക്ക് അവരുടെ പാസ്പോർട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത്. അവരെന്തായാലും ഈ മാസത്തേക്ക് നാട്ടിലെത്തും. മൊത്തം ഒരു 5,000 ലക്ഷം രൂപ എൻ്റെ പോയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ തന്നെ അറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. നിയമപരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട പൈസയല്ലോ, അത് ഇവര് നല്ല രീതിക്ക് തന്നെ ചെയ്യുമായിരുന്നു, നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇവർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട്